പത്തനംതിട്ട മയിലാടുപാറയിൽ വേനൽ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റുമെത്തിയതോടെ വ്യാപകമായ നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി തടസ്സമുണ്ടായി. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു മഴയും കാറ്റും. 7:30 5 മിനിറ്റ് സമയം മാത്രമേ എടുത്തുള്ളൂ. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അര കിലോമീറ്റർ അപ്പുറം മുസ്ലിയാർ കോളേജ് ഉണ്ട്. ആ മുസ്ലിയാർ കോളേജിൻ്റെ ഷീറ്റ് വരെ മയിലാടുപാറ ജംഗ്ഷനിലാണ് വന്ന് പതിച്ചത്. അതുപോലെ ശക്തമായ കാറ്റായിരുന്നു. സുഖി അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ വൈദ്യുതി അടക്കം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? നടപടികൾ? പത്തനംതിട്ട നഗരസഭാ പരിധിയിൽ 16-17 വാർഡുകളിലായിട്ടാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. 17-18 വാർഡുകളിലായിട്ടാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 7:30 കൂടിയാണ് വേനൽ മഴയുടെ ആരംഭം. അതിനിടയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഇത്രയും നാശനഷ്ടത്തിന് ഇടയാക്കിയിട്ടുള്ളത്. നിരവധി ഇടങ്ങളിൽ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ മരങ്ങൾ കടപുഴകി വീഴുകയോ ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബന്ധം ഈ മേഖലയിൽ ആകെ തകരാറിലായിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയോ വൈദ്യുതി ബന്ധം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ മഴ സാധാരണമാണ്, പക്ഷേ കാറ്റ് ഇപ്പോൾ ഏതാണ്ടൊരു 10-20 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കാറ്റടിച്ചാൽ അന്നെല്ലാം മരങ്ങളും വീണ് നാശമായി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതുപോലുള്ള കാറ്റ്. ഒരു അരമണിക്കൂർ അടിച്ചുള്ളതിലും മനുഷ്യന് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള കാറ്റാകുന്നു. പെട്ടെന്ന് ചുറ്റിയടിച്ച് മരം വീഴുകയായിരുന്നു. പിന്നെ 5 മിനിറ്റ് സമയം കൊണ്ട് നാശം വലിയ തോതിലുണ്ടായല്ലേ? ഇവിടെ 5 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. 16-ാം വാർഡ്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 16-ാം വാർഡ്, 17-ാം വാർഡ്, 18-ാം വാർഡ്, ഈ 3 വാർഡുകളിലാണ് നാശനഷ്ടം കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വെറും 7:15 തുടങ്ങി 7:20 അവസാനിച്ചു. അപ്പം 10-15 ലക്ഷം രൂപയിലധികം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. KSEBക്ക് തന്നെ ഒരു 7 ലക്ഷം രൂപയുടെയും പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിന്ന് മരങ്ങളും മറ്റു കാര്യങ്ങളും വീണത്, വീടുകൾ നശിച്ചതിൻ്റെ ഒക്കെ നാശനഷ്ടം എടുക്കുമ്പോൾ ഒരു 10-15 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നിരവധി ഇടങ്ങളിൽ ഈ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും കടപുഴകി വീണുമൊക്കെ തന്നെയായി ചെറിയ റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ച സ്ഥിതി ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ, ജീവനക്കാർ അതിരാവിലെ തന്നെ എത്തി ചില മേഖലകളിലൊക്കെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ ഭീതിയുള്ള സമയമായിരുന്നല്ലേ? ഭയങ്കര. ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഭയങ്കര എന്തുവാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തിയായ ഒരു സാധനം ഇങ്ങനെ വരുന്ന പോലെ തോന്നി. ഞങ്ങളെ വെള്ളത്തിലങ്ങ് മുക്കി. ഈ കാറ്റടിച്ച് കയറി എൻ്റെ ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നു, അത് മറിഞ്ഞു വീണു. ഒരു പ്ലാന്തൈ അത് കടപിടി. അത്രയ്ക്ക് ശക്തിയായിരുന്നു. നമുക്കൊരു സെക്കൻഡ് കൊണ്ട് ഞങ്ങളുടെ ജനലെല്ലാം കിടന്ന് പടപടപടോടെ അടിക്കുമായിരുന്നു. എന്തുവാന്ന് പോലും ഞങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ പക്ഷേ കാറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേനും ഇവിടെ ഭയങ്കര സൗണ്ടുകളും ഭയന്നുപോയി. ഇത്ര ഒരു അനുഭവം ഇത്രയും നാളിനോടൊക്കെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര കാറ്റായിരുന്നു. മരങ്ങൾ കടപുഴകി വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം ഗതാഗതം തടസ്സപ്പെട്ടത് ഏറെക്കുറെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധമാണ് ഇനി ഒരു പ്രശ്നമായി അവശേഷിക്കുന്നത്. കാരണം കടുത്ത വേനൽ നിലനിൽക്കുന്ന സമയത്ത് ഫാൻ ഉപയോഗിക്കുന്നതിനടക്കം തടസ്സം നേരിടും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കും ഈ മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ശരി.